കഴക്കൂട്ടം മണ്ഡലം ഈ തവണ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിൽ ഒന്നായി മാറുകയാണ്. വർഷങ്ങളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന സാഹചര്യത്തിൽ മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പുതിയ സർവേ പ്രവചനവും മണ്ഡലത്തിലെ മത്സരം കൂടുതൽ ആവേശകരമാക്കുന്നുണ്ട്. വോട്ടർമാരുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വികസന വാഗ്ദാനങ്ങളും ചേർന്നപ്പോൾ ഇത്തവണ വിധി ആരുടെ ഭാഗത്തേക്ക് ചായുമെന്നത് വലിയ ചർച്ചയാണ്. അത് ശരിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കഴക്കൂട്ടം മണ്ഡലവും വന്ന് പെട്ടുപോയതിൽ കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് ഇപ്പോൾ ഏറെ ദുഃഖമുണ്ട്. ഇത്തവണ ആ നാണക്കേടിൽ നിന്നും കഴക്കൂട്ടത്തെ, ആ തീര കളങ്കത്തിൽ നിന്നും കഴക്കൂട്ടത്തെ കരകയറ്റണമെന്ന ഒറ്റ ആഗ്രഹമാണ് ഇപ്പോൾ കഴക്കൂട്ടത്തുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കാൻ നടത്തുന്ന വൃദ്ധാശ്രമം പൊളിക്കാൻ വി മുരളീധരൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. 5 വർഷം മുമ്പത്തെ ഒരു സംസ്ഥാന കളങ്കിത മന്ത്രിക്കെതിരെ മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രി പോരിനിറങ്ങുമ്പോൾ ഒന്നുറപ്പാണ്, കഴക്കൂട്ടത്തെ വോട്ടർമാർക്ക് കാര്യങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞു. ശബരിമല സുവർണക്കൊള്ളയുടെ കരനിഴലിൽ നിൽക്കുന്ന കടകംപള്ളിയെ മലർത്തിയടിച്ച് ഇത്തവണ BJPയുടെ വി മുരളീധരൻ സീറ്റ് ഉറപ്പിച്ചേക്കുമെന്ന തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളത്. 2021 ശോഭാ സുരേന്ദ്രനെ 23,000-ൽ പരം വോട്ടുകൾക്കാണ് കടകംപള്ളി തോൽപ്പിച്ചത്. അന്ന് കോൺഗ്രസ് 3-ാം സ്ഥാനത്തായി. ശോഭാ സുരേന്ദ്രൻ 40,000 വോട്ടുകൾ പിടിച്ചപ്പോൾ കോൺഗ്രസിന് ലഭിച്ചത് 34,000 വോട്ടുകൾ മാത്രമാണ്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരനെ കടകംപള്ളി സുരേന്ദ്രൻ 7,347 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. അന്നു മുതൽ 2-ാം സ്ഥാനത്തേക്ക് ഈ മണ്ഡലത്തിൽ BJP ഉയർന്നു വന്നു. പക്ഷേ തുടർച്ചയായി 2 തവണ ജയിച്ച കടകംപള്ളി സുരേന്ദ്രന് ഇക്കുറി ജയം അന്യമാവുമെന്നാണ് അവസാനവട്ട വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. മാതൃഭൂമിയും മനോരമയും ഒക്കെ എന്നും ഇടതിനെയും വലതിനെയും ഒക്കെ പിന്തുണച്ച് നടന്ന ദിനപത്രങ്ങളാണ്. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ സർവേ ഫലങ്ങൾ എന്താണ് പറയുന്നത്? മാതൃഭൂമി കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് കണക്കുകൾ നിരത്തി പറയുമ്പോൾ മനോരമയാകട്ടെ ഒരു പടി മുന്നിൽ കടത്തി ആദ്യമേ പറഞ്ഞിരിക്കുന്നു, അവിടെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന് മുൻതൂക്കമുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരനാണ് ഇപ്പോൾ വി മുരളീധരൻ. ഏറെക്കാലമായി അവിടുത്തെ ഓരോ വീടും ഓരോ ജനവും സുപരിചിതം. അതുകൊണ്ട് തന്നെ ഇത്തവണ തന്നെ കഴക്കൂട്ടം കൈവിടില്ലെന്ന് വ്യക്തമായ ഉറപ്പുണ്ട് വി മുരളീധരൻ. മാതൃഭൂമി പത്രം നടത്തിയ സർവേയിൽ കഴക്കൂട്ടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോൾ മലയാള മനോരമ വോട്ടർ സർവേ വി മുരളീധരന് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. 2% കൂടുതൽ വോട്ടുകൾ കടകംപള്ളിയേക്കാൾ വി മുരളീധരൻ നേടുമെന്നാണ് സൂചന. കടകംപള്ളി സുരേന്ദ്രൻ വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും വി മുരളീധരനിൽ ഏകീകരിക്കപ്പെടുമെന്നാണ് പ്രവചനം. കേന്ദ്രമന്ത്രി ആയതു മുതൽ അവിടെ വീട് വാങ്ങി താമസിച്ച് ഓരോ വീട്ടിലെയും അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് മുരളീധരൻ. അതിന്റെ റിസൾട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നിസ്സംശയം പറയാം. 23,000-ൽ പരം വോട്ടുകൾക്ക് 5 വർഷം മുൻപ് ജയിച്ച കടകംപള്ളിക്ക് ഇക്കുറി വിജയം കീറാമുട്ടിയാകുന്നതിന് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. വീണ്ടും ശബരിമല കൊള്ളയിലേക്ക് തന്നെയാണ് കഴക്കൂട്ടത്തെ ചർച്ചകൾ തിരിച്ചു വരുന്നത്. ശബരിമലയിൽ 1-ാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. 2ാമതൊരു തവണ കൂടി അവസരം നൽകിയതിൽ ഇപ്പോൾ സ്വയം പഴിക്കുകയാണ് ജനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇവിടെ 3-ാം സ്ഥാനത്ത്, BJPയോ 2-ാം സ്ഥാനത്തെത്തി. ശശി തരൂരാണ് മണ്ഡലത്തിന്റെ ഒരു ഭാഗത്ത് ജയിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 28 കോർപ്പറേഷൻ വാർഡുകളിൽ 14-ഉം BJPയാണ് നേടിയത്. ഇതോടെ വി മുരളീധരന്റെ ആത്മവിശ്വാസം ഒരു പടി മുന്നിൽ കടന്നിരിക്കുകയാണ്. പിന്നെ ജനകീയ വിരുദ്ധ നിലപാടുകൾ, കഴക്കൂട്ടം MLAയുടെ 2-ാം ടൈമിലെ ആ നിലപാടുകൾ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന ഇടത് MLA മുൻ മന്ത്രിയെ കഴക്കൂട്ടത്തുകാർ ഇപ്പോൾ അകറ്റി നിർത്താൻ കാരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്കെതിരെ മത്സരിച്ചത് വി മുരളീധരനും ഡോക്ടർ SS ലാലുമായിരുന്നു. ഇക്കുറി പക്ഷേ ശരത്ചന്ദ്ര പ്രസാദ് എന്ന ഒരു DCC തലത്തിൽപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിനെയാണ് അവിടെ മത്സരിക്കാൻ ഇറക്കിയിരിക്കുന്നത്. കടകംപള്ളി ഇക്കഴിഞ്ഞ 2-ാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നില്ല. പക്ഷേ 2016-ൽ 1-ാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും ഒന്നിച്ചു നിൽക്കുന്ന നിരവധി ഫോട്ടോകളാണ് ഈ അടുത്തായി പുറത്തു വന്നത്. ഇതോടെയാണ് സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്കും പങ്കുണ്ടെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് വി മുരളീധരന് മറ്റൊരു പ്രതീക്ഷ പകരുന്നത്. 28 കോർപ്പറേഷൻ വാർഡുകളുള്ള കഴക്കൂട്ടത്ത് 14-ലും BJPയാണ് വിജയിച്ചത്. BJP ഈ മണ്ഡലത്തിൽ വൻ മുന്നേറ്റമാണ് കഴിഞ്ഞ 5 വർഷത്തിൽ നടത്തിയത്.
പ്രധാനമായും CPM കുടുംബങ്ങളാണ് BJPയിലേക്ക് കടന്നു വരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ജയിച്ചെങ്കിലും കഴക്കൂട്ടത്ത് 2ാം സ്ഥാനം BJPക്കായിരുന്നു. CPM 3ാമതായിരുന്നു. ഇതെല്ലാം മാറുന്ന കഴക്കൂട്ടത്തിന്റെ മുഖം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മുരളീധരൻ ശക്തമായ വികസന അജണ്ടയാണ് കഴക്കൂട്ടത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് വൻ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് T. ശരത്ചന്ദ്ര പ്രസാദ് ആണ്. കഴിഞ്ഞ വർഷം ഡോക്ടർ ലാൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ലാലിനൊപ്പം എത്താൻ ശരത്ചന്ദ്ര പ്രസാദിനാകുമോ എന്നതും സംശയമാണ്. എന്തായാലും പ്രധാന മത്സരം കടകംപള്ളിയും മുരളീധരനും തമ്മിലാണ്. ബാക്കി കാത്തിരുന്ന് കാണാം. അതിൽ നിന്ന് തന്നെ കോൺഗ്രസും LDFും തമ്മിലുള്ള ഡീൽ, അതാണ് ഡീൽ എന്ന് പറയുന്നത്, കഴക്കൂട്ടം മണ്ഡലത്തിലെ ഡീൽ. ആ ഡീൽ അവിടെ വളരെ വ്യക്തമാണ്. രണ്ടുപേരും ചേർന്ന് എങ്ങനെയെങ്കിലും V. മുരളീധരൻ എന്ന കേന്ദ്ര BJP നേതാവിനെ, ദേശീയ BJP നേതാവിനെ തോൽപ്പിക്കണമെന്ന് ശപഥമെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ ഡീലിനെ പൊളിച്ചടുക്കിയിട്ട് തന്നെ മറ്റു കാര്യമെന്ന് BJPക്കാരും V. മുരളീധരനും അവരും തിരിച്ച് ശബ്ദമെടുത്തു. എന്തായാലും ഇത്തവണ മാറ്റം വന്നിരിക്കും കഴക്കൂട്ടത്ത്. കാരണം കഴക്കൂട്ടത്തുകാർ വിവരമുള്ളവരാണ്, കഴക്കൂട്ടത്തുകാർക്ക് തിരിച്ചറിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ കഴക്കൂട്ടത്ത് നഗരസഭയിൽ സംഭവിച്ച അതേ താമര വിരിയുന്ന പ്രതിഭാസം തന്നെ ഇത്തവണ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയമില്ല.